മുഖ്യമന്ത്രിക്ക് വലിയ മെച്ചം ഇതുവരെയും ലീഡ് നിലയിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല. 2792 മൂവായിരത്തിലേക്ക് എത്താതെ നിൽക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം അല്ലെങ്കിൽ ലീഡ്. 10 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞു. ആകെ 15 റൗണ്ടാണ് ധർമ്മത്തുള്ളത്. അതിൽ 10 എണ്ണിക്കഴിഞ്ഞു. അതായത് പരാജയത്തിന് സമാനമായ ഒരു വിജയത്തിലേക്കാണ് പിണറായി വിജയൻ പോകുന്നത്. അദ്ദേഹം രാഷ്ട്രീയ വനവാസം സ്വീകരിക്കുമോ? അല്ല, അതൊരു വലിയ ചോദ്യമാണ്. ഇതിൽ ഈ VS അച്യുതാനന്ദന് ജനങ്ങളുടെ പിന്തുണ കിട്ടി. VS അച്യുതാനന്ദൻ കേരളത്തിൽ തന്നെ പാർട്ടിക്കുള്ളിൽ വലിയൊരു ഫിഗറായിട്ട് മാറുമ്പോൾ പിണറായി പക്ഷം എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷം എന്ന് പറഞ്ഞിരുന്നവർ പറഞ്ഞത് ഇത്തരത്തിലുള്ള വ്യക്തി ആരാധന, വ്യക്തി പൂജ പാർട്ടിയിൽ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ കഴിഞ്ഞ 10 വർഷം നമ്മൾ എന്താണ് കണ്ടത്? പിണറായി വിജയൻ എന്ന വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച്, അത് തെരഞ്ഞെടുപ്പ് പ്രചരണമാണെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നമ്മൾ വളരെ കാര്യമായിട്ട് കണ്ടു. അതിനെല്ലാം തിരിച്ചടി നേരിടുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ റിസൾട്ട് വന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ചർച്ചയിൽ വിശകലനത്തിൽ എത്ര മന്ത്രിമാരുടെ പേര് നാട്ടുകാർക്ക് അറിയാം. മുഖ്യമന്ത്രിയുടെ പേരല്ലേ അറിയുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതനുസരിച്ച് പേര് നോക്കി കൃത്യമായിട്ട് കുത്തി തോൽപ്പിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ ഇന്നലെ ചോദിച്ചൊരു കാര്യമില്ലേ, അതായത് MLA-മാരുടെ ജനപ്രീതിയാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. അതുകൊണ്ടാണ് ടേം വ്യവസ്ഥ മാറ്റിവെച്ച് അവരെല്ലാം മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ കേരളത്തിൽ പാറശാല മുതൽ മഞ്ചേശ്വരം വെച്ചെടുത്തെല്ലാം മുഖ്യമന്ത്രി എന്ന ഒറ്റ മുഖം. അല്ല, ഇത് MLA-മാരുടെ ജനപ്രീതിയെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സ്പേസ് കൊടുക്കണ്ടേ? അതല്ല, അതിന് പകരം മുഖ്യമന്ത്രിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണമാണ് നടന്നത്. അതിനെതിരെ കൂടിയുള്ള, അതായത് മുഖ്യമന്ത്രിക്ക് സ്വന്തം മണ്ഡലത്തിൽ തന്നെ ഈ രീതിയിൽ അവസാന ഫലം വന്നിട്ടില്ല. പക്ഷെ തിരിച്ചടി നേരിടുന്നുവെങ്കിൽ ജയം എന്തായാലും പരാജയത്തിന് തുല്യമായ ജയമാണ് അടുത്ത ഒരു റിസൾട്ട് കൂടി അനൗൺസ് ചെയ്യാം. കാസർഗോഡ് മണ്ഡലത്തിൽ ഇതാ കലക്ടർ മാഹിൻ ഹാജി 23,420 വോട്ടുകൾക്ക് കലക്ടർ മാഹിൻ ഹാജി കാസർഗോഡ് വമ്പിച്ച വിജയം നേടുന്നു. വടകരയിൽ KK രമയുടെ ലീഡ് 14,426 കൂടുകയാണ്. 13 റൗണ്ട് പൂർത്തിയാകുമ്പോൾ TP ചന്ദ്രശേഖരന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ അഭിമാനകരമായ ഒരു വിജയം KK രമയ്ക്ക് ഇതാ വടകര നൽകുന്നു. ചാത്തന്നൂരിൽ ഇപ്പോൾ NDAയുടെ ലീഡ് 7 വോട്ടാണ്. വടകരയിൽ ഇനി ഒറ്റ റൗണ്ട് മാത്രമേ എണ്ണാൻ ബാക്കിയുള്ളൂ. വലിയ വിജയത്തിലേക്ക് KK രമ നീങ്ങുകയാണ്. ബേപ്പൂർ മണ്ഡലത്തിൽ 7,305 വോട്ടുകൾക്ക് PA മുഹമ്മദ് റിയാസ് മുമ്പിൽ നിൽക്കുകയാണ്. 10 റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. 16-ൽ 10 റൗണ്ട് കഴിയുമ്പോൾ PA മുഹമ്മദ് റിയാസ് 7,305 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ചാത്തന്നൂരിൽ ഇനി 4 റൗണ്ടാണ് എണ്ണാൻ ബാക്കി. ഇരവിപുരത്ത് TK നൌഷാദിനെ ഞെട്ടിച്ചുകൊണ്ട് വിഷ്ണു മോഹൻ ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പായി. 14 റൗണ്ടിൽ 12 റൗണ്ടുകളും പൂർത്തിയായി. 8,720 വോട്ടുകൾക്കാണ്. അതായത് കൊല്ലം ജില്ലയിൽ CPM ഇടതുപക്ഷം ഉറപ്പിച്ചിരുന്ന മണ്ഡലമാണ് ഇരവിപുരം. അത് തൂക്കുകയാണ്. നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു. നല്ല പ്രചാരണമായിരുന്നു. വളരെ ആക്റ്റീവായിരുന്നു. ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വളരെ ആക്റ്റീവായ പ്രചാരണമായിരുന്നു വിഷ്ണുമോഹൻ്റെ. അത് വിഷ്ണുമോഹൻ ജയിച്ചിരുന്നത് NK പ്രേമേന്ദ്രന്റെ മകന് വേണ്ടി അറപ്പിലെ ഒരു വലിയ വിഭാഗം നീക്കിവെച്ച സീറ്റായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ വിഷ്ണുമോഹനാണ് MLA ആകാനുള്ള യോഗം. തിരുവനന്തപുരത്താണല്ലോ വലിയ നേട്ടം ഇപ്പോൾ CPM. അതുപോലെ ഷിബു ബേബി ജോണും വിജയം ഉറപ്പിച്ചു. വലിയ രീതിയിലുള്ള വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. 18,000, അതായത് സമീപകാല ചരിത്രത്തിൽ ചവറയിൽ ഉണ്ടാകാത്ത ഭൂരിപക്ഷമാണ് ഷിബു ബേബി ജോണിന് കിട്ടാൻ പോകുന്നത്. 18,415 ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ഇനി ഒറ്റ റൗണ്ട് കൂടി